വന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഏറ്റവും കൂടുതൽ ഒരു ഫേവറേറ്റ് അച്ഛൻ ബാക്കിൽ ചിരി കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ വെക്കാൻ പോകുന്നത് വെച്ചാൽ കാരണം ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ് നമ്മൾ കാണിക്കുന്നത്. അതാണ്ട് ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. നമ്മളെ ഇവിടെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. ചിലർ ഇരുമ്പമ്പുളി, അതുപോലെ തന്നെ പുളിഞ്ചിക്ക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാം. നിങ്ങളെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് നല്ലപോലെ ആകൃതിയിൽ ഒരു പോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കായപ്പൊടി, ഉലുവാപ്പൊടി, കടുക്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്, കത്തിച്ചിട്ട് പാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. കൂടുതൽ നല്ലെണ്ണയൊക്കെയാണ് എല്ലാവരും ഒഴിക്കുന്നത്. ഇവിടെ നല്ലെണ്ണ ഇപ്പൊ ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ആവി പറഞ്ഞത് എല്ലായിടത്തും ആവി വരുന്നുണ്ട്. നമുക്ക് അതവിടെ ഇരിക്കട്ടെ. അതിനകത്ത് നമുക്ക് കായപ്പൊടി ഇല്ലാത്തത് ഞാൻ ഈ ക്യൂബ് കായമാണ് ഇടുന്നത്. ആ കായ ഒന്ന് മൂപ്പിച്ചെന്നെടുത്തിട്ട് അപ്പോഴത്തേക്ക് നല്ലപോലെ പൊടിഞ്ഞ് വരും. നമുക്ക് ഇത് നല്ലപോലെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കായപ്പൊടി ഇടാൻ നേരം നല്ല പൊടിയായിട്ട് ഇത് കിട്ടും. നമുക്ക് പെട്ടെന്നായിട്ട് നമുക്കുള്ള ഇപ്പം അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം അത് നല്ല പാകമായിട്ടുണ്ട്. അത് നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് ജസ്റ്റ് പൊടിക്കാനായിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് പൊടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇടണം. അത് നമ്മുടെ കടുക് സ്പൂൺ ഉണ്ടായിരുന്നു ഗൈസ്, സ്പൂൺ കണ്ടില്ല. ഓക്കെ, ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ തിളച്ച എണ്ണയിലേക്ക് നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊട്ടിക്കോട്ടെ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര അലപ്പ് കാണും. ഫോണൊന്നും സ്കൂളിൽ പോകാത്തതുകൊണ്ട് അവനാണ് ഇത്രയും കളിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണൻ ഉണ്ണിയൊക്കെ ഭയങ്കര ബഹളമാണ്. ഞാൻ വിചാരിച്ചത് വോയിസ് ഓവർ കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇനി വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ടു. അതിനകത്തേക്ക് തന്നെ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ തന്നെ അതിനുള്ളിലേക്ക് ഉലുവയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒരു പിടി മതി, ഒരു കുറച്ച് നമുക്ക് എത്രത്തോളം. ഞാനിപ്പം കുറച്ച് പുളിഞ്ചിക്ക അച്ചാർ മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ വെച്ചിരുന്ന് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും അതിനകത്ത് അഡീഷണലായിട്ട് ചേർക്കണം. അപ്പോൾ കണ്ണൂര് വേണ്ടിയിട്ട് പിന്നെ ഞാനും എടുക്കും. പിന്നെ ഇവിടെ വേറെ ആർക്കും അങ്ങനെ അത്ര താല്പര്യമില്ല. അങ്ങനെ ഞാൻ അതിലൂടെ ഇതെല്ലാം പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ആ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ വരെ ആവണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പുളിച്ചിക്ക തിന്നുമ്പോൾ കടിക്കാൻ കിട്ടുന്നത് ആർക്കാണ് ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം തന്നെ മൂപ്പിച്ച് വെച്ച ഉലുവയുടെ ഒരു ക്യൂബില്ലേ, അത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ അത് മൊത്തത്തിലായിട്ട് അങ്ങ് എടുത്ത് അതിനകത്ത് തന്നെ ഇട്ട് കൊടുത്തു. അതിനകത്ത് കിടന്നങ്ങ് വെന്തിറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലപോലെ മൂത്ത് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കിടന്നൊന്ന് സെറ്റ് ആവാനായിട്ട്. പുളിഞ്ചിക്ക ഇടുന്നതിന് മുമ്പായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പുളിഞ്ചിക്കയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുലുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് അതിലും, അതുപോലെ തന്നെ
കുറച്ച് ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെല്ലാം സെറ്റായി ഒന്ന് വന്നതിന് ശേഷം കുറച്ച് മാത്രം ഒരു സ്പൂൺ പോലും വേണ്ട, നമുക്ക് വളരെ കുറച്ച് മാത്രം വിനാഗിരി വേണം. വിനാഗിരി ഒഴിച്ച് കൊടുത്ത് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ കണ്ണൂർ ഗ്രേവിയാണ് ഒരുപാട് ഇഷ്ടം, അതിനകത്തുള്ള ഒരു ചാറാണ് അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ചാറ് തോരൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാൻ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് ഞാൻ വിചാരിച്ചു എടുത്ത് കട്ടപ്പ കളിക്കാമെന്ന്, പക്ഷേ അതെടുക്കാൻ പറ്റില്ല ഗൈസ്, ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് ഞാൻ പോയി ഒരു തുണി എടുത്തുകൊണ്ട് വന്നാണ് അതിനെ പിടിച്ച് ഇപ്പുറത്തേക്ക് ഒഴിച്ചു. അത് അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കും, അതൊന്ന് കുറുകാൻ വേണ്ടി കുറച്ച് നേരം ഇട്ടൊന്ന് ഇളക്കി. അതിനകത്ത് പുളിഞ്ചിക്കയിൽ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങും, പക്ഷേ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. ഇത്തിരി ചാറ് കൂടുതലിരുന്നാലും കുഴപ്പമില്ല, കാരണം വെച്ചാൽ കണ്ണൂരിന് ചാറല്ല ഇഷ്ടം. അങ്ങനെ അതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പും ഇട്ട് വായിൽ വെച്ച് നോക്കിയപ്പോൾ തീരെ ഉപ്പില്ലായിരുന്നു ഗേസ്. അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ പാകത്തിനെടുത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടു. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പഠിച്ചു. അതിനുശേഷം ഞാൻ തന്നെ വിചാരിച്ചു ഒന്ന് ഉപ്പ് നോക്കാമെന്ന്. അതിനുശേഷം ഞാൻ ഒരു കുഞ്ഞു സ്പൂൺ ഒപ്പിച്ച് അതിനകത്തുനിന്ന് കുറച്ച് ചാറെടുത്ത് കുടിച്ച് നോക്കുകയാണ് ഗേസ്. അടിപൊളിയായിരുന്നു. അത് ഞാൻ ഉപ്പ് നോക്കിയപ്പോഴൊക്കെ ഉപ്പൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണുതേ ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു, അവനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ ഈ പെട്ടെന്ന് കിട്ടിയോണ്ടായിരിക്കും ഒരു എക്സ്പ്രഷൻ, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ആള് പിന്നെ സെറ്റായി ചോറ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇലമ്പിക്ക അച്ചാറിടുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും എൻ്റെ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.